അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. വിവേകാനന്ദ വിദ്യാലയത്തിൽ 36ാമത് വാർഷികാഘോഷം നവരംഗ് സംഘടിപ്പിച്ചു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. അറിവിന്റെയും കലയുടെയും 36 വർഷങ്ങൾ പിന്നിടുന്ന മൂവാറ്റുപുഴ വിവേകാനന്ദ വിദ്യാലയത്തിന്റെ വാർഷികാഘോഷങ്ങൾ വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രത്തിലെ കൈലാസ ഓഡിറ്റോറിയത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. മഹാരാജാസ് കോളേജ് മുൻ അധ്യാപകനും ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റുമായ ഡോക്ടർ കെ വിജയൻ വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസം കേവലം അറിവ് സമ്പാദനമല്ല, മറിച്ച് സംസ്കാര സമ്പന്നരായ ഒരു തലമുറയെ വാർത്തെടുക്കലാണെന്ന് അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. നീണ്ട ഒരു വർഷത്തെ തങ്ങളുടെ പ്രവർത്തനത്തെ ഒന്ന് വിലയിരുത്തുന്നതിന് ടീച്ചേഴ്സിനെ സംബന്ധിച്ച് എന്തെന്ത് കഴിവുകൾ തങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നതിന് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്തെന്ത് പുത്തൻ അറിവുകളാണ് ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തങ്ങൾക്ക് ആർജിക്കാൻ കഴിഞ്ഞത്, എവിടെയാണ് എന്തെങ്കിലും പാളിച്ചകൾ നമുക്ക് പറ്റിയിട്ടുള്ളത് എങ്കിൽ അത് തിരുത്തുന്നതിന് എല്ലാം ഉള്ള ഒരു അവസരമാണ് ഇത്. വിദ്യാലയ സമിതി പ്രസിഡന്റ് കെ ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാന അധ്യാപകൻ രാജീവ് കുമാർ കെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിലർമാരായ രജനി MA, പി രജിത, രാജശ്രീ രാജു, അമ്പിളി ബിജു, മനോജ് ടി, PTA പ്രസിഡന്റ് മനു ബ്ലായിൽ, മാതൃസമിതി പ്രസിഡന്റ് ശ്രീജ ബിജു, സ്കൂൾ ലീഡർ മാധവ് കൃഷ്ണ, സ്കൂൾ സെക്രട്ടറി അജയൻ കൊമ്പനാൽ എന്നിവർ പ്രസംഗിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച കലാസന്ധ്യ കാണികൾക്ക് അവിസ്മരണീയമായ അനുഭവമായി മാറി. ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഫെയും ഷിൻസി ഷൈജു കലാസന്ധ്യയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഷിൻസി ആലപിച്ച മനോഹരമായ ഗാനങ്ങൾ സദസ്സിനെ സംഗീത സാന്ദ്രമാക്കി. തുടർന്ന് വിദ്യാലയത്തിലെ കൊച്ചു കലാകാരന്മാർ വേദിയിൽ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ വാർഷികാഘോഷങ്ങളുടെ മാറ്റുകൂട്ടി. കുട്ടികളുടെ സർഗാത്മകതയും കഠിനാധ്വാനവും വിളിച്ചോതുന്നതായിരുന്നു വേദിയിൽ അരങ്ങേറിയ ഓരോ പ്രകടനവും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.